നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതത്തിൽ ഒന്നും നേടാത്ത നിങ്ങളുടെ ഉപദേശം കേട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. എന്നെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വഴിക്ക് തടസ്സമായിട്ട് വന്ന ഞാൻ സ്വന്തവും ബന്ധവും നോക്കിയെന്ന് വരില്ല. അല്ല മഞ്ജു, നീ എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് ഇറങ്ങാൻ നിൽക്കുന്നത്? നീ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ലേറ്റ് ആയല്ലേ അനിത മേഡം അതും പറഞ്ഞ് വിഷയം ഉണ്ടാക്കും. അരവിന്ദാക്ഷൻ സാറിനെ വിളിച്ച് കുറച്ച് ലേറ്റ് ആവൂന്ന് പറഞ്ഞാ പോരെ? എത്രയാണെന്ന് കരുതിയ അരവിന്ദാക്ഷൻ സാറിനെ വിളിച്ച് ഞാൻ സഹായം ചോദിക്ക? കുറച്ചു ദിവസം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. സാരമില്ല. സാരമില്ലെന്ന് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞാൻ നിന്നോട് തുടക്കം മുതലേ പറയുന്നതാ, ആരോഗ്യം നന്നായിട്ട് നോക്കണമെന്ന്. നിന്റെ ഈ തിരക്കും ഓട്ടവും ചാട്ടവും ഒക്കെ കുഞ്ഞിനെ ബാധിക്കരുതെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. ഇത്ര ഉറപ്പിച്ചത് എങ്ങനെയെന്ന് നിനക്ക് പറയാൻ സാധിക്കുക? നിന്റെ ജോലി എത്രമാത്രം റിസ്ക് ഉള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ ഇവൾക്കെന്താ? ജോലിയാ അവക്ക് ഏറ്റവും വലുത്. എടി, അനാവശ്യം പറഞ്ഞ നിന്റെ മോന്ത പിടിച്ച് ഞാൻ ചുമരിലൊരയ്ക്കും. ഏയ് മഹിമേ, മതി. ഇപ്പോ പണ്ടത്തെ പോലെ അല്ലമ്മേ. എനിക്ക് കൂടുതലും ഡെസ്ക് ഡ്യൂട്ടിയാ ഉള്ളത്. അത് ചെയ്യുന്നത് സേഫാ. എന്തൊക്കെയാണെങ്കിലും നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അതെ, എന്റെ കുഞ്ഞിനെ പട്ടിണിക്കിട്ടിട്ട് നീ ജോലിയോട് ആത്മാർത്ഥത കാണിക്കണ്ട. ഞാൻ സ്റ്റേഷന്റെ അടുത്തുനിന്നുള്ള ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ഈ അവസ്ഥയില് പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്നുള്ള സാമാന്യ ബോധം പോലും നിനക്കില്ലേ മോളെ? അതെ, നീ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി. അമ്മേ, കഴിക്കാൻ നിന്നാ ഞാൻ ഇനിയും വൈകും.